CPIM കാസർഗോഡ് ജില്ലാ സമ്മേളനത്തിന് നാളെ തുടക്കമാവും. കാഞ്ഞങ്ങാട്ട് നടക്കുന്ന പ്രതിനിധി സമ്മേളനം പൊളിറ്റ് ബ്യൂറോ അംഗം A. വിജയരാഘവൻ ഉദ്ഘാടനം ചെയ്യും. ജില്ലാ കമ്മിറ്റി ഓഫീസിന്റെ ചോർച്ചയും പെരിയ ഇരട്ടക്കൊലപാതകത്തിലെ പാർട്ടിയുടെ നിലപാടും പ്രധാന ചർച്ചയാകും. വിവരങ്ങളുമായി ജോസഫ് ചേരുന്നു. ജോസഫ്, ഇപ്പോൾ സമ്മേളനമൊക്കെ ഏറെക്കുറെ കഴിയാറായിരിക്കുന്നു, അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു ജില്ലാ സമ്മേളനങ്ങളെല്ലാം. കാസർഗോഡ് ഒരു ജില്ലാ സമ്മേളനം നടക്കുമ്പോൾ ഏറ്റവും പ്രധാനമായും ചർച്ചയാകേണ്ട വിഷയം അല്ലെങ്കിൽ ചർച്ചയാകുന്ന വിഷയം പെരിയ ഇരട്ടക്കൊലപാതകത്തിലെ പാർട്ടിയുടെ നിലപാട് എന്താണ് എന്നുള്ളതാണ്. കാരണം അതിലൊരു പാർട്ടി നേതാവടക്കം ഉൾപ്പെട്ടിട്ടുള്ളൊരു കേസ് കൂടിയാണ്. ഇന്ന് എപ്പോഴത്തേക്കാണ് ഈ സമ്മേളനം ആരംഭിക്കുന്നത്? എങ്ങനെയായിരിക്കും ഇന്നത്തെ ആദ്യ ദിവസത്തെ സമ്മേളനത്തിൻ്റെ നടപടിക്രമങ്ങൾ? കാളിദാസ്, ഇന്ന് വിവിധ ഇടങ്ങളിൽ നിന്ന് കൊടിമര ജാഥയായി ഈ സമ്മേളന നഗരിയിലേക്ക് എത്തും. കയ്യൂർ രക്തസാക്ഷി മണ്ഡപം, പൈവളിക രക്തസാക്ഷി മണ്ഡപം, മുരയങ്കുന്ന് രക്തസാക്ഷി മണ്ഡപം, ഈ 3 രക്തസാക്ഷി മണ്ഡപങ്ങളിൽ നിന്ന് കൊടിമര ജാഥയായി ഇന്ന് സമ്മേളന നഗരിയിലെത്തും. നാളെ രാവിലെ ആയിരിക്കും പതാക ഉയർത്തുക. നാളെ രാവിലെയോടുകൂടി തന്നെ സമ്മേളനം ആരംഭിക്കും. പോളിറ്റ് ബ്യൂറോ അംഗം A. വിജയരാഘവനാണ് ഈ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യുക. EP ജയരാജൻ, ശ്രീമതി ടീച്ചർ അടക്കമുള്ള പ്രമുഖരായിട്ടുള്ള നേതാക്കളും മുഴുവൻ സമയ പ്രതിനിധി സമ്മേളനത്തിൽ പങ്കെടുക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. കാളിദാസ് സൂചിപ്പിച്ചതുപോലെ തന്നെ പെരിയ ഇരട്ടക്കൊലപാതകത്തിൽ പ്രവർത്തകർക്കിടയിൽ ഉണ്ടായിരുന്നെങ്കിൽ പോലും CPM ആദ്യഘട്ടം മുതൽ തന്നെ CPMന്റെ നിലപാട് വ്യക്തമാക്കിയതാണ്. ഇതിൽ പ്രതികളായിട്ടുള്ള 4 പേർ, അത് സജീവ രാഷ്ട്രീയ പ്രവർത്തനത്തിലും ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കൂടിയായിരുന്ന K. കുഞ്ഞിരാമൻ, അതായത് ഉദുമ മുൻ MLA K. കുഞ്ഞിരാമൻ, വെളുത്തൂരി രാഘവൻ, അതുപോലെ തന്നെ K. മണികണ്ഠൻ തുടങ്ങിയ ആളുകൾക്ക് ഈ കൊലപാതകത്തിൽ നേരിട്ട് പങ്കില്ല എന്നാണ് CPM പാർട്ടി വിശദീകരിച്ചത്. മാത്രമല്ല, ഈ കൊലപാതകത്തിലോ അതുപോലെ തന്നെ ഗൂഢാലോചനയിലോ പങ്കെടുത്തായി തെളിയിക്കാൻ CBI കോടതിക്ക് അയച്ചിട്ടില്ല. ഇത് രാഷ്ട്രീയ പ്രേരിതമായി കോൺഗ്രസ് കെട്ടിച്ചമച്ച ഒരു കേസാണ്. അതായത് ഇവർ പ്രതിയായത് കോൺഗ്രസ് കെട്ടിച്ചമച്ചതാണ്. അത് CBI ശരിവെക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അങ്ങനെ ഈ സംഭവം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൃത്യമായ നിലപാട് പറഞ്ഞ് മുന്നോട്ട് പോയതാണ്. ഒന്നുമല്ല, ഇതിന്റെ പേരിൽ ഫണ്ട് എവിടെ എന്നുള്ള കാര്യത്തിലാണ് പ്രധാനമായും ചർച്ച വരിക. 2022 CPIMന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസ് പണിതിരുന്നു. ഈ ഓഫീസിന്റെ ബാക്കി പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ ഫണ്ട് പിരിച്ചത് എന്നാണ് ആദ്യഘട്ടത്തിൽ വിശദീകരിച്ചത്. പിന്നീട് ഈ 2 മാസം മുമ്പും പാർട്ടി അംഗങ്ങളിൽ നിന്ന് ഫണ്ട് പിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇത് എന്തിനാണ് എന്നുള്ളൊരു ചോദ്യം വലിയ രീതിയിൽ ഉയർന്നു വരുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതിന് CPM ജില്ലാ സെക്രട്ടേറിയറ്റ് കൃത്യമായി മറുപടി നൽകേണ്ടി വരുമെന്ന് സാധിക്കുന്നത്. ഇത് ചൂടേറിയ ചർച്ചകൾക്കും വഴിവെച്ചിട്ടുണ്ട് കീഴ്ഘടകങ്ങളിലെ സമ്മേളനങ്ങൾ പൂർത്തിയായപ്പോൾ എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രണ്ടാമതായി CPIM 2022 വലിയൊരു പാർട്ടി ഓഫീസ് നിർമ്മിച്ചിരുന്നു. അതായത് 9 കോടി രൂപ ചെലവിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി സ്ഥാപിച്ചത്. പക്ഷേ ഈ ഓഫീസിലെ ചോർച്ച, അതായത് വാക്ക് കെട്ടിടത്തിന് ഉണ്ടായിരിക്കുന്ന ചോർച്ച ഇപ്പോൾ വലിയ ചർച്ചകൾക്കിടയാക്കിയിട്ടുണ്ട്. അതായത് 9 കോടി രൂപ മുതൽ മുടക്കിൽ നിർമ്മിച്ച ഒരു കെട്ടിടത്തിന് എങ്ങനെയാണ് ഇത്തരത്തിലൊരു ചോർച്ച ഉണ്ടായത്? ഇതിൽ അഴിമതി ഉണ്ടോ എന്നുള്ള കാര്യം പ്രവർത്തകർക്കിടയിൽ സജീവ ചർച്ച വന്നൊരു സാഹചര്യമുണ്ട്. മൂന്നാമതായി ചർച്ചയ്ക്ക് വഴിവെച്ചിരിക്കുന്നത് ജില്ലാ സെക്രട്ടറിയുടെ പേരിൽ തന്നെയാണ്. അതായത് ജില്ലാ സെക്രട്ടറി MV ബാലകൃഷ്ണനാണ് നിലവിൽ ഇപ്പോഴത്തെ ജില്ലാ സെക്രട്ടറി. ഇയാൾക്ക് ഇപ്പോൾ 81 വയസ്സ് പ്രായം തികയുകയാണ്. ഇയാളുടെ ആധാർ കാർഡിന്റെ ഫോട്ടോ അടക്കം നവമാധ്യമങ്ങളിൽ ഷെയർ ചെയ്തുകൊണ്ടാണ് ഒരു പറ്റം പാർട്ടി പ്രവർത്തകർ ആഘോഷിക്കുന്നത്. അതായത് 75 വയസ്സ് പ്രായം കഴിഞ്ഞ ഒരാളെ വീണ്ടും ഇതിനോടകം തന്നെ ഉയർന്നു കേട്ട ഒരു സാഹചര്യമുണ്ട്. മാത്രമല്ല, ഇദ്ദേഹത്തിന് രണ്ടാമതൊരു തീർച്ചയായും ജോസഫ്, എന്തായാലും ഇന്ന് സമ്മേളനം ആരംഭിക്കുന്നു. ചില സാങ്കേതിക തടസ്സങ്ങളുണ്ട്. എന്തായാലും ജോസഫ് പറഞ്ഞതെല്ലാം കൃത്യമാണ്, വ്യക്തമാണ്. പെരിയ ഇരട്ടക്കൊലപാതകം
തന്നെയാണ് കാസർഗോഡ് ജില്ലാ സമ്മേളനം നടക്കുമ്പോൾ ഉയരേണ്ട പ്രധാന ചർച്ചാ വിഷയമെന്ന് പറഞ്ഞത്. അതിനെ സംബന്ധിച്ച് നിരവധി വിമർശനങ്ങളുമെല്ലാം ഉയർന്നിരുന്നു. പണപ്പിരിവ് നടന്നു എന്നുള്ള തരത്തിൽ ആരോപണങ്ങളുമെല്ലാം ഉയർന്നിരുന്നു. അതുമായി സംബന്ധിച്ച് പാർട്ടി അവിടുന്ന് ഒരു നിലപാടൊക്കെ പറഞ്ഞിരുന്നു. എന്തായാലും അത് ചർച്ചയാവട്ടെ. ഇന്നിപ്പോൾ ആദ്യ ദിവസമായ ഇന്ന് കൊടിമര ജാഥയടക്കം എല്ലാം ഉണ്ടാകും. എ വിജയരാഘവനാണ് പോളിറ്റ് ബ്യൂറോ അംഗം വിജയരാഘവനാണ് ഈ ഒരു സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത്. ജോസഫാണ് കാസർഗോഡ് നിന്നും വിവരങ്ങൾ